കാസർഗോഡ് 5 പഞ്ചായത്തിൽ ഭരണം പിടിച്ച BJP 4 പഞ്ചായത്തിൽ ഭൂരിപക്ഷത്തിലും ബദിയടുക്ക പഞ്ചായത്ത് നറുക്കെടുപ്പിലൂടെയും ലഭിച്ചു. മധൂർ, കാറുടുക്ക, ബേളൂർ, കുമ്പടാജെ എന്നിവിടങ്ങളിൽ ഭൂരിപക്ഷത്തോടെ BJP പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചു. കഴിഞ്ഞ തവണ 3 പഞ്ചായത്തിലായിരുന്നു ഭരണമുണ്ടായിരുന്നത്. KB ശ്യാമപ്രസാദ് ചേരുന്നു വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ശ്യാമപ്രസാദ്, പറയൂ. രോഹിണി, അപ്രതീക്ഷിതമായ നീക്കമാണ് പ്രധാനമായും കാസർഗോഡ് നിന്ന് BJPയിൽ നിന്നുണ്ടായിരിക്കുന്നത്. പ്രധാനമായും നേരത്തെ 3 പഞ്ചായത്തുകളായിരുന്നു ഇത്തരത്തിൽ ഒരു നേട്ടം കൊയ്തതെങ്കിൽ അത് 3-ൽ നിന്ന് 5-ലേക്ക് എത്തുന്ന ഒരു സാഹചര്യമാണ് ഇത്തവണ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള ഈ തെരഞ്ഞെടുപ്പിലൂടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും മധൂർ പഞ്ചായത്ത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ചരിത്രപരമായ ഒരു മുന്നേറ്റത്തോടു തന്നെ പഞ്ചായത്ത് ഭരണം അരക്കെട്ടുറപ്പിക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. പിന്നീട് ഓരോ പഞ്ചായത്തുകൾ, അതായത് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ബദിയടുക്ക പഞ്ചായത്തിലെ വളരെ തുല്യ സീറ്റ് നിലയായിരുന്നു NDFും UDFും നേടിയത്. ഇതിൽ തുല്യ സീറ്റ് നില പാലിച്ചപ്പോഴേക്കും നറുക്കെടുപ്പിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ബദിയടുക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെയാണ് ഇത്തരത്തിൽ BJPയിലേക്ക് ഭരണം എത്തിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഈ മധൂറിനും പുറമെ കാറടുക്കയിലും ബെള്ളൂരിലും കുമ്പടാജി എന്നിവിടങ്ങളിലും വൻ ഭൂരിപക്ഷത്തോടു കൂടിയായിരുന്നു BJP പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരിക്കുന്നത്. എന്തായാലും കാസർഗോഡ് നിന്നുള്ള ഈ അപ്രതീക്ഷിതമായ നീക്കം വലിയ ഉണർവ് തന്നെയാണ് പാർട്ടിക്കുണ്ടായിരിക്കുന്നത്. സംസ്ഥാന നേതാക്കളെല്ലാം തന്നെ, പ്രധാനമായും പ്രാദേശിക നേതാക്കളെല്ലാം തന്നെ വിളിച്ച് അഭിനന്ദനം അർഹിക്കുകയും പ്രശംസകൾ കൊണ്ട് മൂടുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും ഈ കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായും BJPക്ക് ഏറ്റവും വളക്കൂറുള്ളമുള്ള ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും മഞ്ചേശ്വരം തുടങ്ങിയ ഭാഗങ്ങളിലെല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ജയസാധ്യത കൽപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനാൽ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ ഒരു സാഹചര്യം വരുമ്പോഴേക്കും മധൂർ, കാറടുക്കയും കുമ്പടാജയും ബെള്ളൂരുമെല്ലാം തന്നെ ഇത്തരത്തിൽ 5 പഞ്ചായത്തുകൾ കൂടി BJP ഭരണം ശക്തമായ അരക്കെട്ടുറപ്പിക്കുമ്പോഴേക്കും എന്തായാലും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ അതിശക്തമായ ഇടതു വലത് മുന്നണികൾക്ക് ശക്തമായൊരു താക്കീത് കൂടി തന്നെയാണ് ഈ ഒരു വിജയം പങ്കുവെക്കുന്നത്. രോഹിണി, ശരി, ശ്യാമപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.